ശ്രീ ചിറക്കര മധു രാസലഹരിയുടെ ഉൾപ്പെടെ അതിന്റെ സോഴ്സ് ഇറക്കാൻ ഈ പ്രഖ്യാപിത നയമായി ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാദേശികമായി പ്രധാനപ്പെട്ട ഒരു നഗരമാണ് തിരുവനന്തപുരം. അവിടെ കാണുന്ന ഈ ലഹരി സംഘം ലഹരി വിൽപ്പന എത്രത്തോളം ഗൗരവമുള്ളതായി അങ്ങേക്ക് തോന്നുന്നുണ്ട്? നമ്മുടെ കേരളീയ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നെന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗവും അത് വിൽപ്പനയും ആ വിൽപ്പന സംഘങ്ങളുമാണ്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓപ്പറേഷൻ തൂഫാൻ എന്നതിലെ തൂഫാൻ എന്നതിൻ്റെ അർത്ഥം കൊടുങ്കാറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടുങ്കാറ്റ് നീണ്ടു നിൽക്കാറില്ല, പെട്ടെന്ന് ശക്തി ആർജിച്ച് പെട്ടെന്ന് അടങ്ങിപ്പോകുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ ലഹരി സംഘങ്ങളെ നേരിടാൻ അങ്ങനെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു നടപടി കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് നമ്മുടെ മാതൃഭൂമി സംഘത്തിൻ്റെ ഈ ഒരു ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത് വർഷങ്ങളായിട്ട് വേരുപിടിച്ച സംഘങ്ങൾ, അവർക്ക് പിന്തുണയായി നിൽക്കുന്ന നമ്മുടെ തന്നെ സമൂഹത്തിലെ ഉന്നതമായിട്ടുള്ള ശ്രേണിയിലും അധികാരമുള്ള ആളുകൾ, ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഘത്തിനെ, ഇത്രയും വേരുപിടിച്ച സംഘത്തിനെ പെട്ടെന്നുള്ള ഒരു മാസമോ ഒരാഴ്ചയോ കൊണ്ടുള്ളൊരു ഓപ്പറേഷനിലൂടെ കീഴടക്കുക സാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ജനങ്ങളുടെ, യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ ഒക്കെ സംഘങ്ങളും സംഘടനകളും ചേർന്നുകൊണ്ട് പോലീസിനെയും എക്സൈസിനെയും സഹായിക്കുന്ന ഒരു സംവിധാനം, അത് സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് നാം എത്തിച്ചേർന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ളവരുടെ കീഴടക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ ചെല്ലാനെന്നാണ് എൻ്റെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കാരണം ഈ വരുന്ന പല ലഹരികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റുകൾ കാര്യക്ഷമമാണോ? പിന്നെ തീരദേശ മേഖലകളിലൂടെ വരുന്ന ലഹരിയുടെ വൻ കടത്തുണ്ട്. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പര്യാപ്തമായ സംവിധാനം ഉണ്ടോ? പിന്നീട് പറഞ്ഞ ഫോറിൻ ലഹരികൾ, ആ ലഹരി വസ്തുക്കൾ പലപ്പോഴും പലയിടങ്ങളിൽ വരുന്നുണ്ട്. ബോംബെ, ബംഗളൂരു, പല സ്ഥലങ്ങളിൽ, ചെന്നൈ, പല സ്ഥലങ്ങളിലേക്ക് വരികയും പിന്നീട് ഇവിടേക്ക് പല പാഴ്സലുകളായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? കേരളത്തിലേക്ക് ലഹരി എത്തുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ വൈവിധ്യമാർന്ന വഴികളിലൂടെയാണ് ഇവ വരുന്നത്. നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ എന്ന് പറയുന്നത് മാത്രം ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ട്രെയിനിൽ കൊണ്ടുവരുന്നുണ്ട്, ബസ്സുകളിൽ കൊണ്ടുവരുന്നുണ്ട്, ഈവൻ എയർപോർട്ടുകളിൽ നാം ലഹരി പിടിക്കുന്നുണ്ട്, ബോട്ടുകളിലൂടെ കടത്തുന്ന സംഘങ്ങളുണ്ട്, മത്സ്യബന്ധനത്തിൻ്റെ മറവിൽ ഇത് കടത്തുന്നവരുണ്ട്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന വഴികളിലൂടെ ഈ സാധനം കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പരിശോധനയും വൈവിധ്യമാർന്ന രീതിയിലേക്ക് മാറിയാലേ കഴിയുകയുള്ളൂ. അല്ലാതെ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചെക്ക് പോസ്റ്റിലെ പരിശോധന കൊണ്ട് മാത്രം ഒരു കാരണവശാലും നമുക്കിനെ തടയാൻ കഴിയുകയില്ല. അപ്പോൾ അത്തരത്തിൽ നൂതനമായ മാർഗ്ഗങ്ങളിലേക്ക് നാം പോയേ പറ്റൂ. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൊറിയർ വരുന്നുണ്ട്, വിദേശത്തു നിന്ന് വരുന്ന പാർസലുകളുണ്ട്. ഇതിനെയൊക്കെ പരിശോധിക്കുന്നതിനുള്ള സംവിധാനം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ടാവണം. അതിന് ഇന്റലിജൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുക, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ. ഡാർക്ക് വെബിന്റെയും ക്രിപ്റ്റോ കറൻസി അങ്ങേക്കും അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ എത്രത്തോളം പല രീതിയിൽ ഈ ലഹരി സംഘങ്ങൾ ഇപ്പോൾ എക്സൈസ് സംവിധാനങ്ങളായാലും നർക്കോട്ടിക് വിഭാഗമായാലും ഒക്കെ തന്നെ അവർ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പോലീസായാലും അവർ പുതിയ വഴി തേടും. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് മാറാൻ കഴിയണം. ഒരു പരിധിവരെ കേരള പോലീസിന് അത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡാർക്ക് വെബിൽ നിന്നുള്ള സംഘങ്ങളെ തന്നെ നാം ഒരു 6-7 മാസത്തിന് മുമ്പ് പിടികൂടിയും വലിയൊരു അളവിൽ മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ ഒരു സംഭവം എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അത്രമാത്രം ആ ഒരു തലത്തിൽ നിന്നാൽ മാത്രം മതിയാവുകയില്ല. നമ്മൾ കൂടുതൽ അഡ്വാൻസായി നാം പോയാലേ, കാരണം നമ്മളെക്കാൾ കൂടുതൽ അഡ്വാൻസിലാണ് ഇത് കടത്തുന്ന സംഘങ്ങൾ.